ഇവിടുത്തെ വസ്തുക്കളെല്ലാം, അതായത് പ്ലാസ്റ്റിക്കുകൾ, മറ്റ് ഖരമാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെ ഈ കൊതുകിനെയും കീടനാശിനികളൊക്കെ തുരത്തുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കി കഴിഞ്ഞു. അത് പൂർണ്ണമായും നടത്തിക്കഴിഞ്ഞു. അങ്ങനെ ഈ സംഘാടനത്തിൽ ഏറ്റവും മികവ് പുലർത്തിയ ഒരു കലോത്സവം കൂടിയായി തീരുകയാണിത്. ഈ ഭക്ഷണപ്പുരയിൽ ഇപ്പം പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അങ്ങനെ പ്രഭാത ഭക്ഷണം നൽകുന്നു. ഇവിടെ മേക്കപ്പ് റൂമിൽ ഒപ്പനയ്ക്ക് വേണ്ടി കുട്ടികൾ ഇന്നത്തെ എന്താണ് ഭക്ഷണം എന്നറിയാനുള്ള തത്രപ്പാടിലാണ് ജോസഫ് ഉള്ളത്. ജോസഫ് ഇന്നലെ തൊട്ട് ഭക്ഷണശാലയിലാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്നലെ ജോസഫ് കാസർഗോഡ് നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നേരെ പോയത് ഊട്ടുപുരയ്ക്കാണെന്നാണ് നമ്മൾ കേട്ട ഒരു വിവരം എന്ന് പറയുന്നത്. ഈ പഴയിടം ആണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ തന്നെ ജോസഫ് അവിടെയാണ്. ജോസഫിന് പഴയിടത്തിന് അറിയില്ലെങ്കിൽ കൂടി ജോസഫിന് ഒരുപക്ഷെ അറിയുന്നുണ്ടാവും ഏതെല്ലാം ദിവസം ഏതെല്ലാം പായസമാണ് വിതരണം ചെയ്യുന്നത് എന്നെല്ലാം. പഴയിടത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പഴയിടത്തിൽ എന്തെങ്കിലും പുതുമയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ പുതുമ ഒരുപാട് ഉണ്ട് താനും. അതായത് ഈ പായസങ്ങളൊക്കെ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ഗംഭീരമായി പായസം മാറുന്ന ഒരു കാഴ്ച, ഊട്ടുപുരയിൽ നിന്നുള്ള കാഴ്ച വളരെ രസകരമായ ഒരു കാഴ്ച. വലിപ്പച്ചെറുപ്പമില്ലാതെ ആളുകൾ ഊട്ടുപുരയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. മന്ത്രിമാരെത്തുന്നു, VIP-കൾ എത്തുന്നു, സിനിമാ നടന്മാർ, അതുപോലെ തന്നെ കലാപ്രതിഭകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അങ്ങനെ എല്ലാവരും ഊട്ടുപുരയിലേക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ, ഒരു തരംതിരിവും ഇല്ലാതെ ആ ഊട്ടുപുര ഈ കലോത്സവത്തിന്റെ മൊത്തം ആകർഷണ കേന്ദ്രമായി ഊട്ടുപുര മാറുന്നതുകൊണ്ടാണ് അവിടെ തന്നെ കേന്ദ്രീകരിക്കുന്നത്. പിന്നെ പഴയിടത്തിന്റെ പുതുമ നിറഞ്ഞ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട്. എന്തായാലും നമ്മൾ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. ഇനി ഉച്ചയാകുമ്പോഴേ ഈ ഊട്ടുപുരയിലേക്കൊക്കെ പോവുകയുള്ളൂ. എന്തൊക്കെ സദ്യ വട്ടങ്ങളാണ്, എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഗംഭീരമായിട്ടുള്ള സദ്യ തന്നെയാണ്, അതിൽ ഒരു സംശയം വേണ്ട. ആരോഗ്യപരമായി എല്ലാവർക്കും കഴിക്കാനാകുന്ന വളരെ രുചികരമായ ഭക്ഷണം തന്നെയാണ് ഇത്തവണയും പഴയിടം എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇന്ന് നമ്മൾ ഊട്ടുപുരയ്ക്ക് പോകുന്നതായിരിക്കും. ഇന്ന് എന്തൊക്കെയാണ് പഴയിടത്തിന്റെ സ്പെഷ്യൽ എന്ന് നമ്മൾ അറിയുന്നതായിരിക്കും. ഇവരൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്, പഴയിടത്തിന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയി ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ തന്നെയായിരിക്കും ഊട്ടുപുരയിലേക്ക് പോവുക. നിങ്ങൾ ആരും അതിൽ കൈയെടുക്കരുത്. ഇന്ന് ഊട്ടുപുരയുടെ വിശേഷങ്ങൾ ഞാൻ തന്നെ നൽകണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ഞാൻ ഇതുവരെ പഴയിടത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ ഇരിക്കുന്ന ആരെങ്കിലും പഴയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാം എന്റെ കൂടെ. നമ്മൾ സാധനങ്ങൾ ഇറക്കുന്ന ആ സമയം മാത്രമേ പോയിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ പോയിട്ടില്ല. പഴയിടത്തിന്റെ ആകെ ആ ഫസ്റ്റ് ദിവസം പാല് കാച്ചിയ സമയത്ത് കിട്ടിയ പായസം മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. പഴയിടത്തിന്റെ ഒരു സദ്യ ഇതുവരെ എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല. അതെന്തായാലും കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നലെ ഇവരെല്ലാം തന്നെ പോയിരുന്നു. ഇന്ന് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ തന്നെ പോകും. പഴയിടത്തിന്റെ ഈ രുചി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പോയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു കാരണവശാലും പായസം മിസ് ചെയ്യാൻ പാടില്ല. മൊത്തം സദ്യ കഴിച്ചില്ലെങ്കിലും കൂടി കുഴപ്പമില്ല. പായസം എന്താണെന്നും പഴയിടത്തിന്റെ പായസം കഴിച്ചേ മതിയാവും കേട്ടോ. അപ്പൊ ഈ കാര്യം ആദ്യം തന്നെ ആലോചിച്ച് മേഘനയോട് പറഞ്ഞു കഴിഞ്ഞാൽ മേഘന അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാനും മേഘ്ന ചേച്ചിയായിരിക്കും എന്തായാലും പഴയിടത്തിന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരട്ടോ. എന്തായാലും ഫുഡിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഇന്നും വിപുലമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് പഴയിടം ഒരുക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട്, പിന്നെ വൈകിട്ടുള്ള അത്താഴമുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഊട്ടുപുരയിൽ എന്തായാലും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഊട്ടുപുരയിലെ വിശേഷങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഇനി കലോത്സവ വേദിയിലേക്ക് വരികയാണെങ്കിൽ പ്രധാന വേദിയിലടക്കം തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം വന്നു തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 9:00 തന്നെ ഈ പ്രധാന വേദിയായിട്ടുള്ള MT നിലയിൽ മത്സരങ്ങൾ ആരംഭിക്കും. ആദ്യ ഇനം തന്നെ ഗ്ലാമറസ് ഐറ്റം ആയിട്ടുള്ള ഒപ്പനയാണ്. ഒപ്പനയ്ക്ക് ഒരു പ്രത്യേക പ്രേക്ഷകർ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒഴുകിയെത്തുന്ന എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ രാവിലെ തന്നെ ഒപ്പനയിലെ കുട്ടികളെല്ലാം തന്നെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. അവർ അവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും എന്തായാലും ആ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം ഒപ്പനയിലെ മേക്കപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒപ്പനയ്ക്ക് മേക്കപ്പ് ഇടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതടക്കം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എന്തായാലും എത്തിക്കുന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഇന്ന് 2ാം ദിവസമാണ്. ആദ്യ ദിവസത്തിൽ 58 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോഴാണ് കണ്ണൂർ ഒന്നാമത്. അത് അതിരോട് പ്രത്യേകമായിട്ട് പറയണം. കണ്ണൂർ വീണ്ടും ഒന്നാമതായിക്കൊണ്ടിരിക്കുകയാണ്.